നിങ്ങളൊരു ഐഫോൺ യൂസറാണ്. ഇതുപോലെ പുതിയ അപ്ഡേറ്റുകളൊക്കെ വന്ന് കഴിയുമ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. 1 ബാറ്ററി ഡ്രെയിനിങ്, 2 ഹീറ്റിംഗ് ഇഷ്യൂസ്. ഈ 2 കാര്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പുറകിലൊരു കാരണമുണ്ട്. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് അപ്ഡേറ്റ് വന്നാലും പിന്നെ നിങ്ങൾക്ക് ബേസിക്കായിട്ട് കാര്യം മനസ്സിലാവും എന്തുകൊണ്ടാണ് ഫോൺ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത്. സോ ഏത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിങ്ങൾ ഐട്യൂൺസ് ഉപയോഗിച്ച് ചെയ്തോട്ടെ, നിങ്ങൾ ഫോണിൽ തന്നെ OT അപ്ഡേറ്റ് ചെയ്താലും അപ്ഡേറ്റ് ചെയ്ത് 2 to 4 days 2 മുതൽ 4 ദിവസം വരെ മിനിമം ഞാൻ പറയുന്നതാണ്. ഡിവൈസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്ന ഒന്നുമില്ല, ഇൻഡെക്സിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് നടപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ബാറ്ററി സെറ്റിങ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പം നമുക്ക് ഇതുപോലത്തെ സജഷൻസ് വരും. യൂഷ്വലി നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബാറ്ററി ഡ്രെയിൻ ആകുന്നുണ്ട് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്, സോ ഇന്ന സെറ്റിങ്സ് ഒക്കെ എനേബിൾ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ സജഷൻസ് ഒക്കെ ലഭിക്കും. അപ്പോൾ ഈ ഇൻഡെക്സിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഓവറായിട്ട് ബാറ്ററി കൺസ്യൂം ആകുന്നതും 2 ഡിവൈസ് ഹീറ്റ് ആവുന്നതും. ഈ ഇൻഡെക്സിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ബാക്ക്ഗ്രൗണ്ടിലാണ് നടക്കുന്നത്, നമുക്ക് വിസിബിൾ അല്ല. ഇത് നമ്മളുടെ കുറേ ഡേറ്റ, ഡിവൈസിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതിൻ്റെ ബാറ്ററി ഹെൽത്ത്, പ്രത്യേകിച്ചും നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പം പ്രോപ്പറായിട്ട് പിന്നെ കാണിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഇൻഡെക്സിങ് പ്രോസസ്സിലൂടെ ബാറ്ററിയുടെ കറണ്ട് സ്റ്റാറ്റസ് മനസ്സിലാവുകയും എത്രയാണ് ബാറ്ററി ഹെൽത്ത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളെ കാണിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞു എന്ന് പലരും കംപ്ലയിൻറ്റ് പറയുന്നതിൻ്റെ പുറകിലുള്ള റീസൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ധൈര്യമായിട്ട് നമുക്ക് ഇതുപോലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇനി മുന്നോട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ പറഞ്ഞ അപ്ഡേറ്റുകൾക്ക് ശേഷം ബഗ്ഗുകൾ ഉണ്ടാകുക എന്നുള്ളത് സർവ്വസാധാരണമാണ്. അതുകൊണ്ട് ഏത് ബഗ്ഗുകൾക്കുമുള്ള ഏറ്റവും നല്ല ഒറ്റമൂലിയാണ് ഡിവൈസ് വീക്കിലി അല്ലെങ്കിൽ മാസത്തിൽ 1, 2, 3 തവണ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. കൃത്യമായിട്ട് നിങ്ങളൊന്ന് പവർ ഓഫ് ചെയ്ത് 2, 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇതുപോലത്തെ പല ബഗ്ഗുകൾക്കുള്ള ഒരു കിടിലൻ സൊല്യൂഷനാണ് ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതുപോലെ വേറെ ആരും പറഞ്ഞു തരാത്ത ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസിന് വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ഇന്ന് തന്നെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys next one.